ബസ് വരാൻ വൈകും, ഇരുന്നോളൂ, ഇരിക്കൂ. ഈ വെപ്രാളത്തിനിടയ്ക്ക് എൻ്റെ ഫോൺ എവിടെയോ പോയി. ഫോൺ നമ്പർ അറിയോ? ഞാൻ വിളിച്ചു നോക്കാം. ഫോൺ നമ്പർ 9446969693. 543. This number does not exist എന്നാണല്ലോ. ഓ, ഇനി നമ്പർ തെറ്റിയോ? എന്തായാലും അത് പോയി. എങ്കിൽ പിന്നെ വീട്ടിലെ നമ്പർ പറയൂ. വീട്ടിലെ നമ്പർ 0495 0495 273 563. ഇതൊരു ശബ്ദം മാത്രമേ കേൾക്കണുള്ളൂ. ഓ, അത് മറന്നു. ആ നമ്പർ ഫോൾട്ടാ. പോരുമ്പോൾ വിളിച്ച് പറയാനും വിട്ടുപോയി. സാരമില്ല, ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത്. വേറെ ഏതെങ്കിലും നമ്പർ? വേറെ മൊയ്തീൻ്റെ നമ്പർ. ഈ മൊബൈൽ വന്നേ പിന്നെ ഒരു നമ്പരും തലേ നിൽക്കുന്നില്ല. 98460460 3328. 33288 ആണോ 88332 ആണോ? രണ്ട് നമ്പർ ഒന്ന് വിളിച്ചു നോക്ക്. ചാർജ് പോയി. ഓ, ഏയ്, ഫോണൊന്ന് തന്നെ. ഏത് ഫോൺ? തന്റെ ഫോൺ. എനിക്ക് ഫോണൊന്നുമില്ല. എന്താ? എനിക്ക് ഫോണില്ലാന്ന്. എന്താ ഫോണിൽ പറഞ്ഞ? 36 ശ്വാസം മുട്ടൽ കുറച്ച് കൂടുതലാണെന്ന്. എന്നാ പിന്നെ എന്തെങ്കിലും വന്നാൽ ആശുപത്രി പോകാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതെ, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. എന്താ പേര്? വാട്ട്സ് യുവർ നെയിം? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. ഓ, ഇത് ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് പരിചയപ്പെട്ടതാ. പേര് നാരായണി, പക്ഷെ നാണിന്ന് വിളിക്കണം. എവിടെയാ സ്ഥലം? എറണാകുളം. എറണാകുളം. ഓ, സമയം എത്രയായി? 4:50. എത്ര? 4:50. അയ്യോ, എന്തു പറ്റി? എന്താ? 1 2 അതോ കുളിക്കാനോ? എടുക്കണോ തൂറണോ അതോ കുളിക്കണോന്നോ? 2 രൂപ. ചില്ലറതാ? ഇല്ല. എന്നാ ബാക്കി. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. എന്തുണ്ട്? അപ്പി. അപ്പിയോ? ഏതപ്പി? എന്തൊക്കെ ഇയാൾ പറയുന്നു?
ഹരി ഇതിലെ ഇതിലെ ഏ? ഓ ഇവിടെ കേറ്. പതുക്കെ. സ്റ്റോപ്പ് സ്റ്റോപ്പ് എക്സ്ക്യൂസ് മീ സ്റ്റോപ്പ് ആള് കയറാറുണ്ട്. ഹലോ ചന്തം നോക്കി നിൽക്കാതെ ആ പടിയിൽ കയറി കയറിക്കേ ചേട്ടാ ഇവിടെ കയറിക്കേട്ടാ രണ്ടുപേരും കയറിക്കണേ. ഹലോ മയിര് പണിയായി. എന്തു പറ്റി? വണ്ടിയുടെ ആക്സിഡന്റ് ഒടിഞ്ഞ് ഇനി പോകത്തില്ലാട്ടാ. അടുത്ത വണ്ടി വരുമോ? ആർക്കറിയാം, വന്നാ പോകാം. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ആ നോക്കട്ടെ. ഹലോ ഹലോ ഇങ്ങനെ ഞങ്ങൾ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വിട്ടാൽ എങ്ങനെയാ? നിങ്ങൾ എന്നെ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരണം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കോഴിക്കോട് എത്തണം. അതിന് വല്ല കപ്പൽ മാർഗവും പോണ്ടി വരും. നേരെ നടന്ന കായല. ആ ഹലോ ആ അതെ വണ്ടിയുടെ ആക്സിഡന്റ്. നമുക്കൊന്ന് നടന്നു നോക്കിയാലോ? വാ. ഓ, എന്താ ഇരുട്ട്? ഹ, കൊള്ളാലോ. ടോർച്ചൊക്കെ ഉണ്ടോ? എപ്പോഴും എടുക്കാറുണ്ടോ? എപ്പോഴൊന്നുമില്ല, ഇരുട്ടത്ത് മാത്രമേ. ഓ ആഹാ. എത്ര നടക്കണം? നടന്നാൽ എവിടെ എത്തും? ഒരു പിടിയില്ല. നമുക്ക് നോക്കാം. ഉം. ആ, എന്തു പറ്റി? ആ, ചേട്ടാ, ഓ അക്കരയ്ക്ക് പോയാ ഏതെങ്കിലും വണ്ടിയോ വല്ലതും കിട്ടുവോ? ഇന്നോ? ആ ചിലപ്പോ ആശുപത്രിയിലോട്ട് പറഞ്ഞ വല്ല വണ്ടിയും കാണും. എങ്കി ചേട്ടാ ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് കൊണ്ടുപോവോ? ഇത് കടത്തുവെള്ളമല്ല, ഞാൻ മീൻ പിടിക്കുന്ന വെള്ളമാ. ഇതിൽ കയറാൻ പറ്റത്തില്ല. ഒന്ന് സഹായിക്ക് ചേട്ടാ. മീൻ പിടിക്കാൻ ഞങ്ങളും കൂടാ. ഓ അതൊന്നും ശരിയാകത്തില്ല. ആ, അല്ല, എന്തെങ്കിലും തരാൻ സഹാവേ. കാരണവർക്ക് ബുദ്ധിയുണ്ട്. മൂന്നുപേരും കയറിക്കോ. ആ, വാ. ആസുവേ കയറഴിക്കേ. ഓ ഞാൻ വരുന്നില്ല. വരണ്ട. ആരപ്പം വരാൻ പറഞ്ഞേ? ചേട്ടാ, ഈ വഞ്ചിക്ക് എന്ത് ഭാരം കാണും? എന്ത്? ഈ വഞ്ചിക്ക് എന്ത് ഭാരം കാണും? ഞാൻ തൂക്കി നോക്കിയിട്ടില്ല. എന്ത്? അല്ല, ഞാനും കൂടെ കയറിയത് മുങ്ങും. കഷ്ടം. ഈ വള്ളം കുറച്ച് പഴയതല്ലേ? അതെ, ഇതെന്റെ അച്ഛൻ മീൻ പിടിച്ചോണ്ടിരുന്ന വള്ളമാ. ഇപ്പൊ ഞാനും. അയ്യോ, ഉണ്ട്. ഇവിടെ. എന്താ ഇത്? അയ്യോ, എന്തോ പിടിച്ച് വലിക്കുന്നു. എന്തോ അല്ലത്, മീനാണ്. വലി വലി. ആ. ഇന്ന് പിന്നാമ്പുറത്തൂടെയാണ്. കള്ള്. ഇവിടെ നല്ല കപ്പയും മീൻകറിയൊക്കെ കിട്ടും. താ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്.
ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരാം. ഞാനും വരുന്നുണ്ട്, എനിക്ക് വിശന്നിട്ട് വയ്യ. ബാ. ഇവിടെ ഇരിക്കാം. ഇത് മെഗാ സീരിയലാ, ഫാമിലി പാക്കാ. തത്തമ്മേ എന്താ കഴിക്കാനുള്ള? കള്ളുണ്ട്. അതല്ല, കപ്പയും മീനും അതുപോലെ എന്തെങ്കിലും. ആഹാ, അതാന്നോ? മീൻമുട്ടയുണ്ട്, കൊലത്തുണ്ട്, പൊടിമീനുണ്ട്, പള്ളത്തിയുണ്ട്, കപ്പയുണ്ട്, പിന്നെ പാലപ്പൂവുണ്ട്. എനിക്കൊരു കപ്പയും മീൻകറി. സാറിനോ? 2 കപ്പയും മീൻകറി. സാറിനെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഓ, അതെന്താ വേണ്ടാത്തേ? നിർബന്ധിക്കണ്ട. ചേട്ടാ വേഗം താ. ഓ, രാജേഷേ, 2 കപ്പയും മീൻകറി. എവിടെന്നാ? കോഴിക്കോടിനടുത്ത് വരെ പോണം. ഹർത്താലല്ലേ, കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തപ്പെട്ട് പോയത് വേണമെങ്കിൽ പറയാം. ഓ, ഞാനും ഓർത്തു ഈ പന്ന ഷാപ്പ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. ഏറ്റു പോണിച്ചൂലേ? എന്റെ പൊന്നുമക്കൾ ഇങ്ങോട്ടിരിക്കെ, അക്കരക്കൊട്ടനിരിക്കെ. ആ, ഒത്തിരി നാളായല്ലേ കണ്ടിട്ട്. എന്നെ അങ്ങ് മാറുന്നില്ലയോ? ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല. അതോ കള്ളുകൂടി നിർത്തിയതാണോ? അപ്പൊ എന്താ എടുക്കട്ടെ? നീ മൊത്തം കാലപ്പോ എടുക്കട്ടെ, അതോ തലക്കറി വേണോ? നമ്മുടെ സാധനം അറിയാലോ, പിന്നെന്താ? അപ്പൊ എല്ലാം എടുക്കട്ടെ. ഞാൻ മൂപ്പത്തിയാരെ കാണുന്നത്, ഞാൻ മൂപ്പത്തിയാരെ ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലൊരു ഷാപ്പിൽ വെച്ചാ. മൂപ്പത്തിയാരെ മദ്യവിരുദ്ധ സമിതിക്ക് വേണ്ടി, ഞാൻ അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യുക. അവർ ബിലീവ്സ് വെയർ സോ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നൊക്കെ പറയാറില്ലേ? പോടാ പോടാ. പോണ്ട. ആ ചെക്കന്മാരെ എറണാകുളം വരെ കൊണ്ടുവിടാന്ന് പറയണം. ഓഹോ, പെൺകുട്ടി പോയ ബൈക്ക് കാണുന്നില്ലല്ലോ. അവർ കുറച്ചു പേരായിട്ടുള്ളൂ, നമുക്കിപ്പോ പിടിക്കാം. കാണുന്നില്ലല്ലോ. അത് ഫ്രണ്ടിലുണ്ട് ബൈ, ടാക്സി ഒന്നും വേണ്ട. ഹലോ, എന്തായി? വാട്ട്? എത്തിയിട്ടില്ലേ?
ശരിക്കും നോക്കിയോ? ഓ ഓക്കെ, ചിലപ്പോ പുറപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹരിയുടെ അമ്മയൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ ശരി. ഹലോ ആന്റി. ഹായ് പ്രതിഭ. അവൻ ഇന്നലെ ഒരുപാട് നേരത്തെ പോയിരുന്നു. ആ സൗണ്ട് ഒന്ന് കുറയ്ക്ക് ശ്രീ. എത്തിയില്ല. അവൻ വേറെ എവിടെയും പോവാൻ ചാൻസ് ഇല്ല. ആരുഷ് ഒന്ന് ശരിക്കും അന്വേഷിക്കോ? ഓക്കെ. എന്തു പറ്റി? ഹരി ട്രിവാൻഡ്രം എത്തിയിട്ടില്ലാന്ന്. നാണി 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 ഹരി ബാഗ് നാണി എന്താ എന്തു പറ്റി? ഇത് പൊട്ടിപ്പോയി. എന്താ നിന്റെ വിചാരം? എല്ലായിടത്തും ഈ ഓവർ കോൺഫിഡൻസ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. തന്റെ ഈ ഓവർ സ്മാർട്ട്നെസ് കൊണ്ടൊരു ഗുണമില്ല. ഇതേതാണോ സ്ഥലം? രക്ഷപ്പെട്ട്. ആ ഇറങ്ങ. ഓ എന്ത് കഷ്ടമാണ്. ഈ ഐ ടിക്കാർക്കും പോലീസുകാർക്കും മാത്രം ഹർത്താലൊന്നും ഇല്ലേ? താനീ വന്നേ. എന്താ കാര്യം? അവൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ആര്? ഹരി. ഹരിയോ? ആയുഷോ? സാം പറഞ്ഞോ? അത് തന്റെ ഐഡിയ ആയിരുന്നില്ല ഇന്നലെ അവനെ തന്നെ അയക്കണമെന്ന്. താൻ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്തോ ചെയ്യാനാ?